മൈഗ്രേഷൻ നമുക്ക് സർക്കാരുമായിട്ടുള്ള ഞങ്ങളുടെ ഡേറ്റയൊന്നും അവർക്ക് ആവശ്യമില്ല. അവരുടെ ഡേറ്റ നമ്മൾ ഉപയോഗിക്കണുള്ളൂ. കാരണം ഇപ്പൊ ഇതിൽ ഉപയോഗിക്കുന്ന ഡേറ്റ എന്താണ്? രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുടെ പേര്. അതവരുടെ കയ്യില. അവർക്ക് ആരാ അറിയിപ്പ് കൊടുക്കണേ? അതിന് കമ്മ്യൂണിറ്റി അംബാസഡേഴ്സ് എന്ന് പറഞ്ഞ നോളജ് എക്കോണമിഷന്റെ ഒരാള് എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. നിങ്ങൾക്ക് അതിന് കിറ്റില് അവിടെ അംഗീകരിച്ച ഒരു സമീപന രേഖയുണ്ട്. ആ സമീപന രേഖയിൽ നോളജ് എക്കോണമിയുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഇന്റേൺസ്, താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം കൂടെ 880 പേരായി ജില്ലയിലുള്ളത്. അവര് വഴി അറിയിപ്പുകൾ കൊടുക്കും. ആരാ ഇവരെ സെലക്ട് ചെയ്യണത്? അത് ജോബ് സ്റ്റേഷനിലുള്ള സർക്കാർ ജീവനക്കാരാണ്. കൌൺസിലേഴ്സിന് എടുത്തിട്ടുണ്ട്. അവർ സർക്കാർ നിയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഡേറ്റയൊന്നും അങ്ങോട്ട് കൊടുത്തിട്ടില്ല. അവിടുത്തെ ഡേറ്റയെല്ലാം ആർക്കും കയറി എടുക്കാൻ പറ്റുന്നതുമല്ല. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഡേറ്റ എടുക്കാൻ വേണ്ടി ഡേറ്റ കച്ചവടം വല്ലതും ഉണ്ടോ? ആധാറിനപ്പുറത്തൊരു ഡേറ്റ ഉണ്ട്. ഇല്ല. എല്ലാ മനുഷ്യനും ആധാറില്ല. സർക്കാരും ജനങ്ങളും കൂടി ചേർന്ന് ചെയ്യണമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അധികാരം താഴേക്ക് നൽകി ജനകീയ ആസൂത്രണത്തിലൂടെ എല്ലാം ശ്രമിച്ചിട്ടുള്ളത്. പരമാവധി ജനങ്ങളെ പങ്കാളികളാക്കി ചെയ്യണം. അപ്പൊ ഈ കാര്യം തന്നെ സർക്കാരെല്ലോ ചർച്ച ചെയ്ത് ഇങ്ങനെ ഒരു രീതി ഉണ്ടെന്ന് വിചാരിച്ചത് ഒരു സെമിനാറിൽ പങ്കെടുത്ത വിദ്വാൻമാരെല്ലാം ചേർന്നിട്ടല്ലേ. ഇനി ആ സർക്കാർ ചെയ്യുമ്പോഴോ അതിലേക്ക് ആളുകൾക്ക് പോകാൻ ആത്മവിശ്വാസം, അവരെ കണ്ടെത്തി രജിസ്റ്റർ ചെയ്ത് ട്രെയിനിങ്ങിന് പോകാം, അവർക്ക് സപ്പോർട്ട് കൊടുക്കാം, ഫിനാൻഷ്യലായിട്ട്. ഇതൊക്കെ പ്രാദേശികമായിട്ട് ഇടപെടണ്ടേ? അല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമായിട്ട് ചെയ്യാൻ പറ്റൂ. അതിന് ഞങ്ങളും സഹായിക്കും. ഈ സ്വകാര്യ ഇതിന് പുറത്തേക്ക് സ്വകാര്യ നിക്ഷേപത്തെ കുറിച്ച് വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്തെ വിദേശ സർവകലാശാലയെ സ്വാഗതം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നിൽക്കുന്നുണ്ട്. SFI ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ വിഷയത്തിലൊരു നിലപാട് പാർട്ടി ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ സ്വകാര്യ മൂലധനത്തെ എതിർത്തിട്ടേ ഇല്ല എന്നാണ്. അങ്ങനെ തന്നെയാണോ? സ്വകാര്യ മൂലധനത്തെ എതിർത്തിട്ടേ ഇല്ല എന്നുള്ള നിലപാടാണോ? ടി.സി. ശ്രീനിവാസൻ കല്യാണൊക്കെ മാപ്പ് പറയണമെന്ന് KSU കോൺഗ്രസ്സുകാരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് CPM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വകാര്യ നിക്ഷേപത്തിനെതിരായിട്ടുള്ളത്? EMSന്റെ കാലത്ത് അല്ലേ പിള്ളേരെ വിളിച്ചിവിടെ കൊണ്ടുവന്നത്? ഒരു കാലത്തും സ്വകാര്യ നിക്ഷേപത്തിനെതിരല്ല. ആകെ ഡിമാൻഡ് വെച്ചിരുന്നേ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൂലി കൊടുക്കണം, ശമ്പളം കൊടുക്കണം, യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശം ഉണ്ടാവും. അപ്പൊ അത് പരിചയമില്ലാത്തവർ തർക്കിച്ചും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ എല്ലായിടത്തും ഒരുപോലെയാണ്. അതുകൊണ്ട് ഇപ്പൊ അതിലൊന്നും പ്രശ്നമില്ല. ഏത് സ്വകാര്യ നിക്ഷേപവും വരണമെങ്കിൽ വരട്ടെ. അവര് വരുന്നത് ഈ IT, BT, നാനോ ടെക്നോളജി, ന്യൂ മെറ്റീരിയൽ സയൻസ് ഇങ്ങനെയൊക്കെയുള്ള മേഖലയാണെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷം. കാരണം കേരളത്തിന് പറ്റിയ വ്യവസായങ്ങൾ അതാണ്. ഇപ്പോൾ ഇവിടെ വേറെ നമുക്ക് അനുയോജ്യമല്ലാത്ത മേഖല വരത്തില്ലെന്ന്. ഇപ്പൊ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വലിയ 200 രൂപ 300 രൂപ കൂലി കിട്ടുന്ന ഗാർമെന്റ് ഫാക്ടറി ആരെങ്കിലും സ്ഥാപിക്കുമോ? ആരെങ്കിലും പണിയെടുക്കാൻ ഉണ്ടാവുമോ? പണിയെടുക്കണമെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ ഇവിടെ വരേണ്ട വ്യവസായങ്ങൾ എങ്ങനെയാണ്? അത് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണേ. ഈ റോഡും പാലവും കെട്ടിടവും ഒക്കെ റെഡിയാക്കണത് പത്തനംതിട്ട. നേരത്തെ പത്തനംതിട്ടക്ക് വരാനായിട്ട് റോഡാ. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വലിയ പ്രശ്നം. അടൂരിനും തിരുവല്ലയുടെയും മികവെന്തായിരുന്നു? നല്ല സഞ്ചാരയോഗ്യമായ റോഡുകളുണ്ടായിരുന്നു. പത്തനംതിട്ട കണക്ടിവിറ്റി ഇല്ല. ഇന്നിപ്പോ മലയോര ഹൈവേ വന്നപ്പോ മാറിയില്ലേ? കുറച്ച് മാറണം മുഴുവൻ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, കണക്ടിവിറ്റി ഇതൊക്കെ ഉണ്ടാക്കുന്നത് സ്വകാര്യ നിക്ഷേപത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ കിഫ്ബി ഇത്ര ധൃതി പിടിച്ച് എന്ന ഈ റോഡും പാലവും ഒക്കെ കേട്ട് നാളെ പറയും ഇന്ന് പണിയണം എന്ന വാശി കൊണ്ടുവന്നത്. ഇതുണ്ടെങ്കിലേ ഈ സ്വകാര്യ നിക്ഷേപം വരാൻ പറ്റുന്നത്. ഒരു സ്വകാര്യ നിക്ഷേപം വരുന്നത് ശരിയാണ്. പക്ഷേ SFI ഉൾപ്പെടെയുള്ള സംഘടന സ്വകാര്യ നിക്ഷേപം വിദേശ യൂണിവേഴ്സിറ്റികളെ സ്വാഗതം ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്ന സമയത്ത് ആശങ്കയുണ്ട്. അത് സർക്കാരിന്റെ ഒരു നിയന്ത്രണ വിഷയത്തിൽ വേണമെന്നാണ് SFI അടക്കമുള്ള ആളുകൾ ആശങ്കയായിട്ട് പറയുന്നത്. അവിടെ ന്യായമാണെന്ന് ആശങ്കകൾ ഉണ്ടാവും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പോലും ഉണ്ടാവും. ഒക്കെ കേൾക്കും, അതൊക്കെ ചർച്ച ചെയ്യും. പക്ഷെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. അപ്പൊ ഇതല്ലാതെ വേറെ എന്താ മാർഗമുള്ളത്? വരട്ടെ. ഇനിയിപ്പൊ നിങ്ങൾ മാത്രമായിട്ട് ഇവിടെ നിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇന്ത്യയിൽ ബാക്കിയുള്ള സംസ്ഥാനത്ത് പോകുന്നതിന് വല്ല തടസ്സമുണ്ടോ? അവിടേക്ക് നമ്മൾ പോയല്ലേ. അപ്പോ ഇതൊക്കെ മാറിയ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു നിലപാടെടുക്കേണ്ടി വരും. ആശങ്കകളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ന്യായമായിട്ടുള്ള കാര്യം അതെന്താ നമുക്ക് പരിശോധിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം ഇതുപോലെ തുടരാൻ ഇനി പറ്റില്ല.